പ്രിയ സ്നേഹിതരെ, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒരമ്മ യേശുവിനെ കാണാൻ വരുന്നുണ്ട്, അവരുടെ 2 മക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ. യേശു തൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അവൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാൻ അവരുടെ മക്കളെ അനുവദിക്കണമെന്നൊരു അപേക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. ഏറ്റവും മഹത്വപൂർണ്ണമായ സ്ഥാനങ്ങൾ അവർക്ക് വേണ്ടി ഈ അമ്മ ചോദിക്കുക. മക്കളെക്കുറിച്ച് അഭിമാനിച്ചിരുന്ന, അവരെ സ്നേഹിച്ചിരുന്ന, അവരെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന, അവർ പ്രമുഖ സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന അമ്മയുടെ മോഹം. ആഗ്രഹങ്ങൾ അതിൽ തന്നെ പാവമൊന്നുമല്ലെന്നേ. മുന്നോട്ട് പോകുവാൻ ആഗ്രഹമൊന്നുമില്ല എങ്കിൽ ജീവിതം നിരർത്ഥകമായി തീരും. ഭാവി ശുഭകരമാക്കുന്ന ഉൾക്കരുത്താണ് മോഹങ്ങൾ. ഓർക്കണം, അമ്മ യേശുവിനോട് ഈ മോഹം പങ്കുവയ്ക്കുന്നത് അവൻ കുരിശെടുക്കുന്നതിനും ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. അവനും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന ദിനങ്ങളിൽ അവൻ മനസ്സുകൊണ്ട് തളർന്നിരുന്ന ആ സംഘർഷ നിമിഷങ്ങളിൽ കൂടെയുള്ള പ്രിയ ശിഷ്യന്മാർ ആഗ്രഹിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ അവരെ കുറ്റം വിധിക്കുവാൻ ആർക്കുമാകില്ല. കാരണം എവരി വൺ വാണ്ട്സ് ടു ബി സംബഡി. ഈ അമ്മയെയും കുറ്റം വിധിക്കാനാവില്ല. എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതേ അവരും ആഗ്രഹിച്ചുള്ളൂ. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മയാണവർ, സെബദിയുടെ ഭാര്യ. ഓർക്കണം, യേശു ഈ അമ്മയെയോ മക്കളെയോ ശാസിച്ചില്ല, പുച്ഛിച്ചില്ല, അവരകറ്റി നിർത്തുകയോ താഴ്ത്തിക്കളയുകയോ ചെയ്തില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധമമ്മയെ ആഗ്രഹിച്ച് അവരോട് യേശു ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ തയ്യാറാണോ എന്ന്. ക്യാൻ യു ഡ്രിങ്ക് ദ കപ്പ് ഐ ആം ഗോയിങ് ടു ഡ്രിങ്ക്. ഈ പാനപാത്രം എന്ന് വെച്ചാൽ മാനകുലത്തിൻ്റെ പാവപ്പെടുത്തിക്ക് വേണ്ടിയുള്ള പരിഹാര ബലി എന്ന അർത്ഥം. അത് കുടിക്കുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ആഴം മനസ്സിലാക്കാതെ. എന്നാൽ ജീവിതത്തിൽ അവർ ആ സഹനത്തിൻ്റെ പാനപാത്രം കുടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബാണ്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ ഹെരോദസ് അഗ്രിപ്പയാൽ അവൻ മരണപ്പെടുന്നു. എന്നാൽ ഏറ്റവും അവസാനം മരിക്കുന്ന യോഹന്നാന. അയാൾ പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവുകാരനായി മരിക്കുന്നു. ചേട്ടൻ മരണം കൊണ്ട് പാനപാത്രം കുടിക്കുമ്പോൾ അനുജൻ ജീവിതം കൊണ്ട് പാനപാത്രം കുടിക്കുന്നു. ഒരാൾ ആദ്യം മറ്റൊരാൾ അവസാനവും അപ്പോസ്തല സമൂഹത്തിൽ മരണപ്പെടുകയാണ്. ഓർക്കുക, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല കലഹിക്കേണ്ടത്, ഇടത്തും വലത്തും ഇരിക്കുവാൻ വേണ്ടിയല്ല മോഹിക്കേണ്ടത്. യേശു നമുക്ക് വേണ്ടി കരുതി വെച്ച പാനപാത്രം കുടിക്കാനുള്ള കരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.